Hi students, welcome to the classes of Irrigation Engineering. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെ ഫീൽഡിലെത്തിക്കുക. ആ ഫീൽഡിലെത്തിക്കുന്ന മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫീൽഡിലെത്തിച്ച് അവിടെ ക്രോപ്സിൻ്റെ ഗ്രോത്തിന് പോസിബിൾ ആവുന്ന രീതിയിൽ സപ്ലൈ ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറിഗേഷൻ എന്ന വേർഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. നെക്സ്റ്റ് പോർഷനാണ് ബെനിഫിറ്റ്സ് ആൻഡ് ഇൽ എഫക്റ്റ് ഓഫ് ഇറിഗേഷൻ. There are several benefits under the irrigation engineering. In this class, we discuss the benefits and ill effect of irrigation. ഇറിഗേഷനിൽ വരുന്ന ഓരോ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഡ്യൂ ടു ദ കൺട്രോൾഡ് ആൻഡ് ടൈംലി സപ്ലൈ ഓഫ് വാട്ടർ ടു ദ ക്രോപ്പ്, ദ ഈൽഡ് ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പം നമുക്കറിയാം, നമുക്ക് സ്കെയർസിറ്റിയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്കെന്താ, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കണം, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റൊക്കെ വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറിഗേഷൻ എന്ന പ്രോസസ്സ് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ടൈമിലി ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിനെ സപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഗ്രോത്ത് പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ. അതുവഴി നമുക്ക് ഈൽഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇറിഗേഷൻ കൊണ്ടുണ്ടാവുന്ന നെക്സ്റ്റ് ബെനിഫിറ്റാണ് പ്രൊട്ടക്ഷൻ ഫ്രം ഫാമൈൻ. ഫാമൈൻ മീൻസ് ക്ഷാമം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇറിഗേഷൻ വർക്ക് ഹെൽപ്പ് ഡ്യൂറിങ് ദ ഫാമൈൻ പീരിയഡ്. അപ്പം നമുക്കൊരു ക്ഷാമകാലത്ത് വാട്ടർ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല, റെയിൻഫാളൊന്നും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നമുക്കെന്താണ്, ഇറിഗേഷൻ സ്ട്രക്ചേഴ്സൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡാംസ്, വിയേഴ്സ്, ഇതൊക്കെ ഒരു സ്റ്റോറേജിങ് ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ സ്റ്റോറേജിങ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഫാമൈൻ കണ്ടീഷനിൽ വാട്ടർ ഈ ഒരു സ്റ്റോറേജിങ് ഡിവൈസസിൽ നിന്ന് ക്യാരി ചെയ്ത് ഫീൽഡിലെത്തിക്കും. അങ്ങനെ ഒരു പ്രോപ്പർ വാട്ടറിങ് അവിടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദീസ് ഇറിഗേഷൻ വർക്ക് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ഈസ് മെയിൻറ്റെയിൻ ഡ്യൂറിങ് ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച സമയത്തും ഈ ഒരു സിസ്റ്റം നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇറിഗേഷൻ എന്നുള്ള സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. നമുക്ക് ബെറ്റർ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സിന് വേറൊരു പേര് കൂടി പറയും, കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്നും കൂടി പറയും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്യാഷ് ക്രോപ്സ് എന്താണെന്ന്. അതായത് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ടൈപ്പ് ഓഫ് ക്രോപ്സിനെ പറയുന്ന പേരാണ് ക്യാഷ് ക്രോപ്സ്. അതിന് എക്സാമ്പിൾ ഷുഗർ കെയിൻ, ഇൻഡിഗോ, ടൊബാക്കോ, കോട്ടൺ എക്സെട്ര. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസിബിൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ എന്ന പ്രോസസ്സ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ, നമുക്കൊരു ബെറ്റർ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് എലിമിനേഷൻ ഓഫ് മിക്സ്ഡ് ക്രോപ്സ്. എന്താണ് മിക്സ്ഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലെ ഫാർമേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഇടവിള എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ലാത്ത ഏരിയാസിലാണ് ഫാർമേഴ്സ് നിർബന്ധിതരാകും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു മിക്സ്ഡ് ക്രോപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിതരാകും. അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോബാക്സും വരുന്നുണ്ട്. മിക്സ്ഡ് ക്രോപ്പിൽ വരുന്ന ഡ്രോബാക്സ് എന്ന് പറയുന്നത്, അവിടെ ഓരോ വിളയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ ക്രോപ്സിന് വേണ്ടി വരുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് കിട്ടിക്കൊള്ളണമെന്നില്ല, പ്രോപ്പറായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിനും ഒരേ മാനുവറിങ് ചെയ്താൽ അതിൻ്റെ ഗ്രോത്ത് ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അതുപോലെ തന്നെ വാട്ടറിങ് ഓരോ ക്രോപ്പിനും ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വാട്ടറിങ് വേണ്ടത്, അല്ലെങ്കിൽ സെവറൽ ടൈംസിലാണ് വാട്ടറിങ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ എന്താണ്, മിക്സ്ഡ് ക്രോപ്പ് എലിമിനേറ്റ് ചെയ്തിട്ട് ഒറ്റ ക്രോപ്പ് മാത്രം ഗ്രോ ചെയ്യിപ്പിക്കുക. അതിനെയാണ് എലിമിനേഷൻ ഓഫ് മിക്സ്ഡ് ക്രോപ്സ് എന്ന് പറയുന്നത്.
നമുക്ക് ഈ മിക്സ്ഡ് ക്രോപ്സിനെ എലിമിനേറ്റ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതുമൂലം ഈ മിക്സ്ഡ് ക്രോപ്പിംഗ് എന്നുള്ള സമ്പ്രദായം അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് ഇറിഗേഷൻ ഈസ് അഡീഷൻ ടു ദ വെൽത്ത് ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറിഗേഷൻ കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ, നമുക്ക് ഒരുപാട് ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റവന്യൂസ് ആണ് നമ്മുടെ സ്റ്റേറ്റിന് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വാട്ടർ ടാക്സ് നമുക്ക് ഒബ്റ്റൈൻഡ് ഫ്രം ഫാർമേഴ്സ്, നമുക്ക് ഫാർമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് ഉണ്ടാകുന്ന വരുമാനങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസ് ഇൻ പ്രോസ്പെരിറ്റി ഓഫ് പീപ്പിൾ. പ്രോസ്പെരിറ്റി മീൻസ് സമൃദ്ധി. ഡ്യൂ ടു ഇറിഗേഷൻ ഫെസിലിറ്റീസ് ദ വാല്യൂ ഓഫ് ലാൻഡ് ഈസ് ഇൻക്രീസ്ഡ്. ഇൻക്രീസ് ഇൻ ദ yield ഓഫ് ക്രോപ്സ് ദ ഫാർമേഴ്സ് ബിക്കം പ്രോസ്പെറസ്. thereby their living standards ഈസ് ഇംപ്രൂവ്ഡ്. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഇറിഗേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കൂടുതൽ നമ്മൾ ഇറിഗേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറിഗേഷൻ ചെയ്തെങ്കിൽ അവിടെ എന്താണ്, ഒരു പ്രോപ്പർ ഈൽഡ് ഉണ്ടാവും. അതുവഴി ഫാർമേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയും. അത് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് തന്നെ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് വൺ ഈസ് ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. മേജർ റിവർ വാലി പ്രൊജക്ട്സ് ആർ യൂഷ്വലി പ്ലാൻ ടു പ്രൊവൈഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ടുഗദർ വിത്ത് ഇറിഗേഷൻ. അപ്പം നമുക്ക് ഒരുപാട് ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഇറിഗേഷൻ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനും കൂടി ചിലപ്പോൾ അതിൽ ഉൾപ്പെടുന്നുണ്ടാവും. അതുവഴി എന്താണ്, നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അതാണ് ഈ ഒരു പോയിന്റിൽ വരുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. ദ കനാൽ മേ ഓൾസോ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. അപ്പോൾ നമുക്ക് ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ സപ്ലൈക്ക് മാത്രമല്ല, അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈക്ക് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കനാൽ വഴി നമ്മളെന്താണ് ഒരു ഡെഫിനിറ്റ് പോയിന്റിലേക്ക് വാട്ടറിനെ എത്തിക്കും. അവിടുന്ന് ഡിഫറെൻറ്റ് സ്റ്റോറേജ് ടാങ്ക്സ് വഴി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വഴി നമ്മളെ ഡൊമസ്റ്റിക് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വാട്ടറിനെ സപ്ലൈ ചെയ്യാം. ഇൻലാൻഡ് നാവിഗേഷൻ. ലാർജ് കനാൽസ് ഓൾസോ ബി യൂസ്ഡ് ഫോർ ഇൻലാൻഡ് നാവിഗേഷൻ ആൻഡ് ദസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ടു ദ മാൻഡീസ്. ഇപ്പോൾ കുറച്ച് ലാർജ് കനാൽസ്, അതുപോലെ തന്നെ ഡെപ്ത് കൂടിയ കനാൽസ്, ഇതെല്ലാം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നാവിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഫീൽഡിലുണ്ടാവുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെ ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾസിൻ്റെ മൈഗ്രേഷന് വേണ്ടിയിട്ടും ഈ ഇൻലാൻഡ് നാവിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇംപ്രൂവ്മെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓൾമോസ്റ്റ് ഓൾ ദ ഇറിഗേഷൻ ചാനൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് ഇൻസ്പെക്ഷൻ റോഡ്സ്. ദ റോഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മൾ കനാൽസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എലോങ് ആയിട്ട് തന്നെ നിയറസ്റ്റ് പൊസിഷനിൽ റോഡ്സും കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കനാൽസിന് എവിടെയെങ്കിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയറിങ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെഹിക്കിൾസൊക്കെ അവിടെ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റോഡ്സിൻ്റെ യൂസേജ് നമുക്ക് അവിടെയുള്ള ഡിഫറെൻറ്റ് വില്ലേജസിലുള്ള പീപ്പിൾസിന് ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു മീഡിയം കൂടിയാണ് ഈ റോഡ്സ്. അതാണ് ഇവിടെ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കനാൽ പ്ലാന്റേഷൻ. ഇപ്പോൾ മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു കനാലിൻ്റെ എലോങ് ആയിട്ട് റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. ഈ ഒരു പോയിന്റിൽ കനാൽ പ്ലാന്റേഷനിൽ വരുമ്പോൾ നമ്മൾ കനാൽസിന് എലോങ് ആയിട്ട് ട്രീസ് പ്ലാന്റ് ചെയ്യുക കനാൽ ബാങ്ക്സിൽ. ഇത് നമ്മളെ എക്കോണമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിക് വെൽത്തൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് എപ്പോഴും അഡ്വാൻറ്റേജസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഈ ട്രീസിൻ്റെയൊക്കെ റൂട്ട് വളർന്നു വന്ന് കനാൽ സ്ട്രക്ചേഴ്സിനെ ഡാമേജ് ആക്കാനും ചാൻസ് ഉണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ്. ഇൻ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഏരിയ there was a constant percolation and seepage of water. The water table remains well below the root zone of the crop
ദിസ് ഇംപ്രൂവ് ഇൻ ദ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇറിഗേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ പെർക്കുലേഷനും അതുപോലെ തന്നെ സീപ്പേജ് ഓഫ് വാട്ടറിങ്ങും ഒക്കെ നടക്കും. നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഏരിയാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും സോയിലിന് ഒരു വെറ്റ്നെസ് ഉണ്ടാവും. അതുവഴി സീപ്പേജ് നടക്കാൻ ചാൻസ് ഉണ്ട്. ആ സീപ്പേജ് വഴി നമ്മളെ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ഇമ്പ്രൂവ് ചെയ്യും. സീപ്പേജ് വഴി ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ഇമ്പ്രൂവ് ചെയ്യും. വാട്ടർ ടേബിൾ എപ്പോഴും ഒരു റൂട്ട് സോണിൽ നിലനിർത്താനും സഹായിക്കും. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് എയ്ഡ് ഇൻ സിവിലൈസേഷൻ. ദ ട്രൈബ്സ് അഡോപ്റ്റ് ഇറിഗേഷൻ ആസ് ദെയർ പ്രൊഫഷൻ ആൻഡ് സെറ്റിൽ പീസ്ഫുള്ളി. അപ്പോൾ ഈ ട്രൈബൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്നത് റൂറൽ ഏരിയാസിലായിരിക്കും. ഒന്നെങ്കിൽ ഒരു റിസർവോയറിൻ്റെ നിയറസ്റ്റ് പൊസിഷനിലൊക്കെ ആയിരിക്കും അവർ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ റിസർവോയറിൽ നിന്ന് കൺസ്യൂം ചെയ്യും. അതുവഴി അവരുടെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ലൈഫ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. The last point of benefits of irrigation is general development of the country. Increased yield and value of the crop, means of communication such as roadways, railways are introduced due to the increase of agricultural revenue of the state. അപ്പോൾ നമുക്ക് ഇറിഗേഷൻ മൂലം കൺട്രിയുടെ എല്ലാ ഭാഗത്തും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. റെയിൽവേസിലായിക്കോട്ടെ, റോഡ് വേസിലായിക്കോട്ടെ, അതിൻ്റെ ഒരു റവന്യൂ, അഗ്രികൾച്ചറൽ മൂലമുണ്ടാകുന്ന റവന്യൂ അല്ലെങ്കിൽ ഇറിഗേഷൻ മൂലമുണ്ടാകുന്ന റവന്യൂ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് വി ഡിസ്കസ് അബൌട്ട് ഇൽ ഇഫക്റ്റ് ഓഫ് ഇറിഗേഷൻ. അതായത് ഇറിഗേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഡിസഡ്വാൻറ്റേജസ് വരുന്നില്ല, 3 പോയിൻ്റേ വരുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രീഡിംഗ് പ്ലേസസ് ഓഫ് മോസ്കിറ്റോസ്. Due to the excess application of water and due to ponds and depression get filled up and it create breeding place for mosquitoes. അതായത് നമുക്ക് എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ ഇറിഗേഷൻ അഗ്രികൾച്ചറൽ ഫീൽഡിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എപ്പോഴും വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ ഒരു സ്ഥലത്ത് ഒരു പ്ലേസിൽ കെട്ടി നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. ഈ കെട്ടി നിൽക്കുന്നത് മൂലം അവിടെ കൊതുകിനൊക്കെ ഒരു ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് മാറും, മോസ്കിറ്റോസിനൊരു ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് അത് മാറും. ഇത് ഹ്യൂമൻ ഹെൽത്തിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. നെക്സ്റ്റ് ഇൽ ഇഫക്റ്റ് ഓഫ് ഇറിഗേഷൻ ഈസ് വാട്ടർ ലോഗിങ്. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് വാട്ടർ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ വാട്ടർ ടേബിൾ ക്രമാതീതമായിട്ട് ഉയർന്നു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സോയിലിൻ്റെ ഗ്രൗണ്ട് ലെവൽ വരെയൊക്കെ വാട്ടർ ടേബിൾ ഉയർന്നു വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ റൂട്ട് സോണിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ആയിരിക്കും. ആ വാട്ടർ വഴി റൂട്ട്സൊക്കെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്, ക്രോപ്സിൻ്റെയൊക്കെ റൂട്ട്സ് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുവഴി എഫ്ലോറസൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതൊരു ഇൽ എഫക്റ്റാണ്. ഡാം ക്ലൈമറ്റ്. ദ ഏരിയ ഈസ് ഓൾറെഡി ഡാംപ് ആൻഡ് കോൾഡ് ബിക്കം ഡാമ്പർ ആൻഡ് കോൾഡർ ഡ്യൂ ടു ഇറിഗേഷൻ. ഇപ്പോൾ ഒരു ഏരിയ ഓൾറെഡി ചതുപ്പ് നിലയാണ് അല്ലെങ്കിൽ ഡാമ്പ് സോണാണ്. അപ്പോൾ നമ്മൾ ഇറിഗേഷനും കൂടി അതിൻ്റെ മേലെ പ്രൊവൈഡ് ചെയ്താൽ അത് വീണ്ടും ഒന്നും കൂടി ഡാമ്പറാവും, അതുപോലെ തന്നെ കോൾഡറും ആവും. അത് ഡിഫറെൻറ്റ് ക്രോപ്സിന് ഗ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല.